നമസ്കാരം. ലോകം ഭീതിയോടെ ഉറ്റുനോക്കിയ ആ ഒരു നിമിഷം വന്നെത്തിയിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഉയരുന്നത് വെറും യുദ്ധഭീഷണികളല്ല, മറിച്ച് തകർന്നു വീഴുന്ന മിസൈലുകളുടെയും ബോംബുകളുടെയും ശബ്ദമാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ ഏറ്റവും വലിയ സൈനിക നീക്കം നടത്തിയിരിക്കുകയാണ്. ഇസ്രയേലിനെയും അമേരിക്കയും ഒരുപോലെ ലക്ഷ്യമിട്ട് 75ാം ഘട്ട മിസൈൽ ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തെ പരിഹസിച്ച് തള്ളിക്കൊണ്ട് ഇറാൻ നടത്തിയ ഈ ഒരു നീക്കം ലോകത്തെ മൂന്നാം മഹാലോക യുദ്ധത്തിന്റെ പടിവാതിൽക്കൽ എത്തിച്ചിരിക്കുകയാണ്. എന്നാൽ ഇനി വരാൻ പോകുന്നത് അതിമാരകമായ ആക്രമണമായിരിക്കും എന്ന ഇറാന്റെ പുതിയ പ്രസ്താവനയാണ് ഇപ്പോൾ ഭീതിക്ക് കാരണമായിരിക്കുന്നത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഫോർ ഇറാന്റെ സൈനിക നടപടി കേവലം ഒരു തിരിച്ചടിയല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള കടന്നാക്രമണമാണ്. ഇറാന്റെ മിസൈൽ ശേഖരത്തിലെ ഏറ്റവും മാരകമായ ആയുധങ്ങളാണ് ഇത്തവണ പ്രയോഗിക്കപ്പെട്ടത്. ഇസ്രായേലിലെ ജനവാസ കേന്ദ്രത്തിലും സൈനിക പോസ്റ്റുകളിലും മിസൈലുകൾ പതിച്ചു. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം സൗദി അറേബ്യയിലെ അമേരിക്കൻ സൈനിക താവളമായ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ നടന്ന ആക്രമണമാണ്. അമേരിക്കൻ സാന്നിധ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ ഈ ഒരു നീക്കം പെന്റഗണിനെ പോലും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇസ്രയേലിലുടനീളം വൻ സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തവണ ഇസ്രയേലിന്റെ വിഖ്യാതമായ അയൺ ഡോം പരാജയപ്പെട്ടത്? അതിനുത്തരം ഇറാന്റെ മാരക പ്രഹരശേഷിയുള്ള ക്ലസ്റ്റർ വാർഹെഡ് മിസൈലുകളിലാണ്. ആകാശത്ത് വെച്ച് നൂറുകണക്കിന് ചെറിയ ബോംബുകളായി ചിതറുന്ന ഈ മിസൈലുകളെ തടയാൻ നിലവിലെ ഒരു പ്രതിരോധ സംവിധാനത്തിനും പൂർണ്ണമായി കഴിയില്ല. ഒരേ സമയം ആയിരക്കണക്കിന് ലക്ഷ്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ അയൺ ഡോം സിസ്റ്റം ഓവർലോഡ് ആകുന്നു. ഇതിന്റെ ഫലമായി ഡിമോണ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകളിൽ ഇറാന്റെ മിസൈലുകൾ കൃത്യമായി പതിച്ചു. ഇത് ഇസ്രയേലിന്റെ സുരക്ഷാ സങ്കല്പങ്ങളെ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. ഹോർമൂസ് കടലെടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറക്കണമെന്നും അല്ലാത്തപക്ഷം ഇറാന്റെ വൈദ്യുതി നിലയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ അന്ത്യശാസനം. എന്നാൽ ഈ ഭീഷണിയെ പുച്ഛിച്ചു തള്ളുകയാണ് IRGC ചെയ്തത്. ട്രംപിനെ പരിഹസിച്ചുകൊണ്ട് അവർ കൂടുതൽ മിസൈലുകളെ വിക്ഷേപിച്ചു. ഹോർമൂസ് കടലിടുക്ക് അടച്ചാൽ ലോകം ഇരുട്ടിലാകുമെന്നും അമേരിക്കൻ പൗരന്മാർക്ക് അതിന്റെ വില നൽകേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇതോടെ നയതന്ത്ര ചർച്ചകൾക്കുള്ള വാതിലുകൾ ഏകദേശം അടഞ്ഞ മട്ടാണ്. യുദ്ധം സൈനികർ തമ്മിൽ മാത്രമായി ഒതുങ്ങുന്നില്ല എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. ഇറാന്റെ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം വൈദ്യുത നിലയങ്ങളും വാട്ടർ പ്ലാന്റുകളും ആക്രമിക്കപ്പെട്ടാൽ അത് കോടിക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു മാനുഷിക ദുരന്തമായി മാറും. കുടിവെള്ളം മുട്ടുന്നതും ആശുപത്രികൾ പ്രവർത്തനരഹിതമാകുന്നതും ചരിത്രത്തിലെ തന്നെ വലിയൊരു നാശത്തിന് കാരണമാകും. കൂടാതെ ഇസ്രയേലിന്റെ കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾക്ക് നേരെയും ഭീഷണിയുണ്ട്. ഈ യുദ്ധം നീണ്ടുപോയാൽ ലോകത്തെ എണ്ണ വിതരണം തടസ്സപ്പെടുകയും ഇന്ധനവില കുതിച്ചുയരുകയും ചെയ്യും. സാധാരണക്കാരന്റെ അടുക്കള മുതൽ ആഗോള വിപണി വരെ ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും. മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. എപ്പോൾ വേണമെങ്കിലും വലിയൊരു സ്ഫോടനം സംഭവിക്കാം. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഫോർ ഇതിന്റെ തുടക്കം മാത്രമാണോ, അതോ ലോകശക്തികൾ ഇടപെട്ട് സമാധാനം കൊണ്ടുവരുമോ? അക്രമവും പ്രത്യാക്രമണവും തുടരുമ്പോൾ തോൽക്കുന്നത് മാനുഷികതയാണ്.